ഇപ്പോൾ ചെമ്മൻ ഇപ്പോൾ നിങ്ങൾ മൂന്നുപേരും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നുണ്ട്. വിനായകൻ ചേട്ടനും ചെമ്മൻ ചേട്ടനും ആന്റണി അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ചെമ്മൻ ചേട്ടൻ നോക്കാറുണ്ടോ? എൻ്റെ ഒരു സീനിയർ സിനിമയിൽ ഉള്ളുവെങ്കിലും ആ സിനിമയുമ്പോൾ ആൾക്കാർ എൻ്റെ മുഖം മറക്കാൻ പാടില്ല. എന്നാലേ പിന്നെ ഡെഫിനറ്റ്ലി അത് ഞാനെന്നല്ല എൻ്റെ ഒരു എല്ലാ ആക്ടേഴ്സും നമുക്കതിൽ ലീഡർ റോളെന്നല്ല. ഒരു സീനിലേ വന്നു പോലെങ്കിലും അത് രജിസ്റ്റേർഡ് ആയിരിക്കണം എന്നുള്ള, അല്ലെങ്കിൽ നമ്മളത് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ അത് ചെയ്യുന്നത് എൻജോയ് ചെയ്യുന്നുണ്ടോ നോക്കും. പേഴ്സണലി എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ചെയ്യാമല്ലോ. അതിപ്പോൾ എന്ത് തന്നെ എത്ര പ്രഷറൈസ്ഡ് ആയാലും അല്ലെങ്കിൽ ആരെന്ത് വിളിച്ചപ്പോൾ എന്ത് റെക്കമെൻഡേഷൻ വന്നാലും ഞാൻ പറയില്ല അത് എനിക്കത് വർക്കൗട്ട് ആവുന്നില്ല. കാരണം ഞാനത് എൻജോയ് ചെയ്യാതെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെയാണല്ലോ, നമ്മളത് എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ അത് നോ പോയിന്റ്. അതുപോലെ സിനിമയും അതാണ്. ഇപ്പോൾ ടിനു ഇതിന്റെ കഥ പറയുമ്പോൾ ഇത് വെറുതെ സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു കഥാപാത്രമായിട്ട് ഞാൻ കാണുന്നത് ചെമ്മൻ ചേട്ടനാണെന്ന് പറഞ്ഞു ആദ്യമേ തന്നെ? എനിക്ക് വിനായകന്റെ ക്യാരക്ടർ ഭയങ്കര താല്പര്യമില്ല. അപ്പൊ ടിനൂറില്ല നിന്റെ മുഖത്ത് പവറില്ല, പവറൊക്കെ വരും. ഞാൻ താടി അങ്ങനെ ഇല്ല, അത് ശരിയാവില്ല. അല്ല, ഞാൻ പറഞ്ഞത് വിനായകൻ ചെയ്ത ഭയങ്കര രസകരമായിട്ടുള്ള ക്യാരക്ടറാണല്ലോ. അപ്പോൾ അതിലായിരുന്നു നോട്ടം. അല്ല നോട്ടം ഞാൻ പറഞ്ഞു. ഞാൻ ആ സമയത്ത് വിനായകന്റെ ഡേറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വിനായകൻ തമിഴ് സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യാം, ഇൻ കേസ് അത് വന്നില്ലെങ്കിൽ ഞാനത് ചെയ്യാൻ പറ്റും, നമുക്ക് വിനായകന് വരാം. അപ്പോൾ വിനായകൻ പറഞ്ഞില്ല, ഇല്ലടാ ഞാനത് എങ്ങനെയും വന്നോളാം എന്ന് പറഞ്ഞാൽ അത് ഭാഗ്യത്തിന് വിനായകൻ, കാരണം അത് വിനായകൻ്റെ തന്നെയാണ് ക്യാരക്ടർ. ഞാൻ വേറെ തമാശ പറഞ്ഞ പിന്നെ ബാക്കി തന്നെ അതിൽ കൂടുതൽ കഥ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ചെയ്ത് കഥയൊക്കെ ഇപ്പോൾ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ സുഹൃത്തുക്കൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ സീനിയർ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഒന്നും അവിടെ ഇല്ല, അപ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല. അതേമേ ഒരുപാട് സിനിമ എടുത്ത ഡയറക്ടർ വലിയ വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പിഴവ് വരാൻ പാടില്ല. അത് കൂടാതെ ഇപ്പോൾ സുഹൃത്തുക്കളാകുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവാറുണ്ടോ സെറ്റിൽ വെച്ചിട്ട്? ഷോട്ടിനെ പറ്റിയൊന്നും അത് 101% ക്യാപ്റ്റൻ ഡയറക്ടറാണ്, അല്ലേ, ഡയറക്ടറുടെ തീരുമാനമാണ്. ഷോട്ടിനെ പറ്റിയിട്ടൊന്നും ഉണ്ടാവാറില്ല. ചില റിയാക്ഷനുകളിലൊക്കെ അത് ചെമ്പോൾ അത് പോരാ, ഞാൻ പറഞ്ഞില്ല അത് എൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ് അവർക്ക് പറഞ്ഞല്ല. ഞാനൊരു എന്താ പറയുക, ഒരു ക്ലിന്റ് ഈസ്റ്റ്വുഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക വേറെ ആന്റണി ഹോപ്കിൻസ് ടൈപ്പ്. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ നിനക്ക് അവരെയാണ് ആവശ്യമെങ്കിൽ നീ അവരെ കൊണ്ടുവരാൻ, അവരെ കൊണ്ട് അഭിനയിപ്പിക്കുക. ആസ് എ കോ പ്രൊഡ്യൂസർ നമുക്കത് താങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ പറയാം. പിന്നെ അവരുടെ മുഖത്ത് വരുന്നത് എൻ്റെ മുഖത്ത് വരില്ല. ഞാൻ ചെമ്പൻ വിനോദ് ജോസാണ്, അപ്പൊ എന്റെ മുഖത്ത് വരുന്ന സാധനം വെച്ച് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. അങ്ങനെ കാര്യം എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, ഒരു ഡെൻസൽ വാഷിംഗ്ടൺ റേഞ്ചിലൊക്കെ പിടിച്ച് അഭിനയിച്ചൊക്കെ പോകണമെന്ന്, അങ്ങനെ ആവണമെന്ന്, അദ്ദേഹത്തിനോട് അഭിനയിക്കണമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ നടക്കും. തീർച്ചയായിട്ടും. എന്റെ അമ്മ അവിടെ ഗോഡ് ഫാദറിന് തുടക്കത്തിൽ പറഞ്ഞതൊന്നും കുഴപ്പമില്ല, നന്നായിരിക്കട്ടെ. പറയുന്നില്ല, അല്ല അതെല്ലാം ആഗ്രഹിക്കുന്ന പോലെ നടക്കും. ഇപ്പൊ ഇങ്ങനെ അഭിനയിക്കുന്നതിന്റെ ഇടയ്ക്ക് നടൻ മാറി പ്രൊഡ്യൂസർ ആവോ? ആര്, ഞാനോ? ഇല്ല ഒരിക്കലും. ചെമ്മൻ ചേട്ടൻ ഒരിക്കലും അങ്ങനെയില്ല. നമ്മുടെ അടുത്ത് ഒരു ബ്രദർ എന്നുള്ള രീതിയിൽ തന്നെ എപ്പോഴും ഭയങ്കര കൂളാണ്. അവിടെ ഫുള്ള് തമാശകളായിരിക്കും. ആദ്യമൊക്കെ ചെമ്മൻ ചേട്ടനെ പറ്റി നമ്മൾ സിനിമയിൽ പറഞ്ഞൊക്കെ മുമ്പ് പുള്ളി ഭയങ്കര സീരിയസ് ആണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നമ്മൾ നേരിട്ട് കമ്പനി ആയി കഴിഞ്ഞപ്പോൾ സെറ്റിൽ ഏറ്റവും കൂടുതൽ തമാശകൾ പറയുന്ന ഒരാൾ ചെമ്മൻ ചേട്ടനും വിനായകൻ ചേട്ടനും നമ്മള് ഭയങ്കര സീരിയസ് ആണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ്. പക്ഷെ പുള്ളി അവിടെ വന്ന് എല്ലാവരുടെ അടുത്തും തമാശ പറയും, നമ്മളെയൊക്കെ സ്നേഹത്തോടെ കളിയാക്കും. അപ്പൊ ഫുള്ള് സെറ്റ് ഭയങ്കര ഓണാവും, നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. നമ്മൾ എന്താ പറയാ, സർക്കാസ്റ്റിക് ആയിട്ട് തന്നെ വിമർശിക്കുകയും ചെയ്യും. പക്ഷെ നമ്മളത് ഒച്ചയും വേറെ കൊടുക്കാതെ വേറെ രീതിയിൽ നമുക്ക് വളരെ കൂളായിട്ട് പറയാലോ, ഇല്ല അങ്ങനെയല്ല, വേണമെങ്കിൽ നിനക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ എന്നൊക്കെ, അങ്ങനെയൊക്കെ നമ്മൾ പറയും. അഭിനയത്തിന്റെ കാര്യത്തിൽ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അങ്ങനെയല്ലെന്നും പറയാം. അതിൻ്റെ ഇടയിൽ നമ്മൾ ആദ്യമേ പറയും. അതായത് ഇപ്പം ഞാനിപ്പോൾ ആൻ്റണിയോട് പണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഏത് വലിയ ഒരു ഡയറക്ടർ, ഇപ്പോൾ നാളെ ഏത് വലിയ ഡയറക്ടർ ആയാലും എന്താ പറയുക, നമ്മൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹം ഇത്രയും വലിയ സിനിമ, ഇപ്പോൾ സ്റ്റീവൻ സ്പീൽബർഗ് വന്നു, ഇത്രയും സിനിമകൾ എടുത്തിട്ടുണ്ട്, ദൈവം ഇനിയിപ്പോൾ പുള്ളി ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ അവിടെ പണിപാളി, അവിടെ നടക്കില്ല. അപ്പോൾ എൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുന്നത്, ഓക്കെ ഇദ്ദേഹവും ഞാനും ഒക്കെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഏകദേശം ഒരേ രീതിയിലാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമുക്കത് കാണാൻ പറ്റില്ല. അത് ഞാൻ കണ്ടുപിടിച്ചല്ല, അത് ഞാൻ കേട്ടിട്ടുള്ളത് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ഇന്റർവ്യൂവറെ ഫേസ് ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോഴല്ല ഏതൊരു സിലബസിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിരുന്നു, അവരിങ്ങനെ ഒരു പാർട്ടിയിലിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ.
ഞാനൊക്കെ കൊള്ളാം. അത് അന്ന് ഞാൻ സിനിമയിലൊന്നും വന്നിട്ടില്ല. എല്ലാവരും സാധാരണ മനുഷ്യർ തന്നെയാണ്. സാധാരണ മനുഷ്യനാണ്. അപ്പം നമുക്ക് അങ്ങനെയല്ല. അല്ലാതെ സ്പീൽബർഗിനെ പോലെ ഒരു ഡയറക്ടർ വന്നു നമ്മൾ അതിൽ പാനിക്കായി കഴിഞ്ഞാൽ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല, നടക്കൂല. അപ്പോൾ ഞാനൊരു സിനിമയിൽ ചെല്ലുമ്പോൾ മമ്മൂക്കയായിരുന്നു എൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഡയലോഗ് ഡാ ആ യൂണിഫോം എടുക്കണം ഇവിടെ വാടാ എന്ന് പറയണം. എന്നോട് ചെന്നപ്പോൾ തന്നെ പറഞ്ഞു അയ്യോ അതിന് പറ്റുന്നില്ല, നീ മമ്മൂക്കയോട് അഭിനയിക്കാണ്ട് ഫസ്റ്റ് തന്നെ ഇടാന്നൊക്കെ വിളിച്ചാൽ ആകെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ അതിൻ്റെ ടെൻഷൻ, ഇത് അഭിനയിക്കണം, അത് തെറ്റി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇതിനു മുമ്പ് പോയിട്ട് നമുക്ക് എൻ്റെ പേര് ഇങ്ങനെയാണ്, ഇങ്ങനെ പരിചയപ്പെടാൻ ഒരു അവസരവും കിട്ടില്ല. കാരണം തിക്കും തിരക്കും നമുക്ക് വന്ന ആളുകളും അപ്പോൾ നമുക്കിടെ കൂടെ വേറെ വേറെ കഥ പറയുന്ന ആൾക്കാരും അപ്പോൾ അദ്ദേഹത്തിന്. അപ്പോൾ എനിക്കൊന്നും പറ്റില്ല. നമുക്കൊന്ന് ഷോട്ട് റെഡിയല്ലേ, എല്ലാം റെഡിയില്ല, ഓക്കെ ഞാൻ എടുത്തോളാൻ പറഞ്ഞിട്ട് നമുക്ക് അതൊരു ഈസി പാറ്റേൺ. നമുക്ക് അത് ചെയ്തിട്ട് പോയി. നമ്മൾ ഫുൾ ടെൻഷനിലേക്ക് ഇരുന്നിട്ട് ഫസ്റ്റ് ഡയലോഗ് ഇത് പറയണം. ഞാൻ പിന്നെ ഫുൾ ദൈവങ്ങളെ വിളിച്ചിട്ട് ഒന്നും നോക്കിയില്ല, വേടാ യൂണിഫോം ഇവിടെ വേടാ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വന്നു, ഷോട്ട് കട്ട് ചെയ്തു. നമുക്ക് അവിടെ ചോദിച്ചു ആരും. അപ്പോൾ പെട്ടെന്ന് അവരെല്ലാവരും മുഖം വാങ്ങി, ദൈവമേ ചെമ്പിന് പണി വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങി ആ നന്നായിട്ടാ കൊള്ളാം, അങ്ങനെ നമുക്ക് അങ്ങനെ കൊള്ളാം. പിന്നെ നീ കുറച്ചും കൂടി ജീപ്പിൽ ഇരുന്ന് ഞാൻ വിളിക്കണം, കുറച്ചുകൂടി പുറത്തേക്ക് വന്നെങ്കിലേ ക്യാമറയിൽ കാണുള്ളൂ പറഞ്ഞു. അപ്പോൾ നമ്മൾ പേടിച്ചൊക്കെ വെറുതെ ആയി. അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു അച്ഛനെ പോലെ ഒരു ഏട്ടനെ പോലെ അത് പറഞ്ഞു തന്നു. അപ്പോൾ എല്ലായിടത്തും അത്ര ഉണ്ടാവുള്ളൂ. നമ്മൾ ഒന്നിനെ കുറിച്ച് വലിയ മുൻവിധിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ.